ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ന് ബിജെപി മേയറെങ്കിൽ നാളെ ബിജെപി മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപനം. हमारा अंतिम लक्ष्य है कमल निशान की केरल में सरकार बनाना, भाजपा का मुख्यमंत्री लाना. ശബരിമല സ്വർണ്ണ കവർച്ച സ്വതന്ത്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി. അന്വേഷണം നിഷ്പക്ഷമല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമെന്നും അമിത് ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിലുള്ള തന്ത്രിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. തന്ത്രിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം. മകരവിളക്കിന് തയ്യാറെടുത്ത് സന്നിധാനം. ജനനായകൻ സിനിമയ്ക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ സുപ്രീം കോടതിയിൽ. നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ. കരൂർ ദുരന്തത്തിൽ വിജയ് നാളെ സിബിഐക്ക് മുന്നിൽ ഹാജരാകും. ഡൽഹിയിലെ സിബിഐ കോടതിയിൽ വിജയെത്തും. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്നു. 116 പേർ കൊല്ലപ്പെട്ടുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ. വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ്. പ്രതിഷേധക്കാരെ സഹായിക്കാൻ തയ്യാറാണെന്ന വാഗ്ദാനവുമായി US പ്രസിഡന്റ്.